എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഗൗതം പിങ്കിയോട് പറയുന്നുണ്ട്, നന്ദയുടെ ജീവിതത്തെക്കുറിച്ച് ഇവിടെ ഒന്നും പറയണ്ട, നന്ദയുടെ കൂടെയാണ് നിർമ്മൽ എന്നുള്ള കാര്യം ഇവിടെയുള്ള ആരും അറിയണ്ട എന്ന് പറയുമ്പം പിങ്കി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് ഗൗതം നമ്മൾ പറയാതിരിക്കുന്നത്? നന്ദയുടെ കുഞ്ഞാണ് ഗൗരി എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ബഹളമെല്ലാം ഒന്ന് ഒതുങ്ങുമ്പം അവർ സ്വാഭാവികമായിട്ടും ചോദിക്കില്ലേ നന്ദയുടെ ഭർത്താവ് ആരാണ് എന്ന്. അന്നേരം നമ്മൾ ഉത്തരം പറയേണ്ടി വരില്ലേ എന്ന് ചോദിക്കുമ്പം ഗൗതം പറയുന്നുണ്ട്, അങ്ങനെ പറയേണ്ടി വരുന്നത് അങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴല്ലേ, അപ്പം നമുക്ക് നോക്കാം എന്ന് പറയുമ്പം പിങ്കി പറയുന്നുണ്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു, അവർ അതുപോലുള്ള സംശയങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇതെല്ലാം ഒതുങ്ങുമ്പം അങ്ങനെ ഒരു ചോദ്യമായിട്ട് അവർ വരും എന്ന് തന്നെ പറയുമ്പം ഗൗതം പറയുവാണ്, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, നമ്മൾ നന്ദുവിനെ ദത്തെടുത്തതുപോലെ തന്നെ നന്ദയും ഗൗരിയെ ദത്തെടുത്തതാണ് എന്നങ്ങ് എല്ലാവരോടും പറഞ്ഞാൽ എല്ലാവരും വിശ്വസിച്ചോളും. കാരണം നന്ദയ്ക്ക് ഒരിക്കലും കുട്ടികളുണ്ടാകില്ല എന്ന് ഒരിക്കൽ മെഡിക്കൽ സയൻസ് പറഞ്ഞതാണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവരും വിശ്വസിച്ചോളും. അപ്പോൾ നന്ദേനെ ആരും കുറ്റപ്പെടുത്താനൊന്നും പോകുകയില്ല എന്ന് ഗൗതം പറയുമ്പം പിങ്കിക്ക് അത് ഇത്തിരി വിഷമാക്കുന്നുണ്ട്. പിങ്കി ചോദിക്കുവാണ്, എന്തിൻ്റെ പേരിലായാലും നന്ദേനെ ആരും കുറ്റപ്പെടുത്തുന്നത് ഗൗതത്തിന് ഇപ്പോഴും ഇഷ്ടമല്ല അല്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് വിഷമത്തോടെയാണ് പോകുന്നത് പിങ്കി. അന്നേരം ഗൗതം എന്തൊക്കെയോ ചിന്തിച്ചിങ്ങനെ ബുദ്ധിമുട്ടി വിഷമിച്ചിങ്ങനെ ഇരിക്കുവാണ്. ഇതെല്ലാം കൊണ്ട് ആകെ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഗൗതം. പിന്നെ കാണിക്കുന്നത് മോഹിനിയും ജഗന്നാഥനെയും പൗത്രയാണ്. മോഹിനി പറയുവാണ്, ആ നന്ദ അവൾ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട കാര്യമില്ല, ഏതായാലും അവൾ ഈ ജീവിതം വിട്ടു പോയതാണ്, പിന്നെ എന്തിനാ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്, അതിനെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ജഗന്നാഥൻ ചോദിക്കുന്നുണ്ട്, അതെന്തുകൊണ്ട് നന്ദയ്ക്ക് ഇങ്ങോട്ട് വന്നുകൂടാ, നന്ദ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നന്ദയും ഗൗതമും തമ്മിലുള്ള ഒരു പുതിയ ജീവിതം, ഒരു റീ എൻട്രി, അതിനെപ്പറ്റി ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പം മോഹിനി പറയുന്നുണ്ട്, അതെങ്ങനെ അവൾ തിരിച്ചു വരും, അവൾ ഇവിടുന്ന് തനിച്ചല്ല പോയത്, അവളുടെ കൂടെ പിങ്കി പ്രസവിച്ച അവളുടെ കുഞ്ഞും ഉണ്ടായിരുന്നു, ആ കുഞ്ഞിനെ കൊണ്ട് കൊലയ്ക്ക് കൊടുത്തിട്ട് ആ ചോരക്കറിയായിട്ട് അവൾ എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് ഇനി കയറി വരുന്നത് എന്ന് മോഹിനി ചോദിക്കുമ്പം ജഗന്നാഥൻ പറയുന്നുണ്ട്, ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് അപകടം ആരുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും വരാം, ഒരിക്കലും ആ കുഞ്ഞ് മരിക്കണം എന്ന് കരുതി നന്ദി ഒന്നും ചെയ്യുകയല്ലോ, അതിന് നന്ദയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുവാണ്. അന്നേരം പവിത്രയും പറയുന്നുണ്ട്, അതല്ലമ്മേ, ശരിക്കും ഗൗതമേട്ടനും പിങ്കി ചേച്ചിയും തമ്മിൽ ഒരു ജീവിതം ഇതുവരെ തുടങ്ങിയിട്ടില്ല, ആ സ്ഥിതിക്ക് നന്ദേച്ചി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സമാധാനമാവില്ലേ, ഗൗതമേട്ടനും ഒരു ജീവിതം ആകില്ലേ എന്ന് ചോദിക്കുമ്പം മോഹിനി പറയുവാണ്, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളാരും ഒരുപാട് തത്വശാസ്ത്രമൊന്നും ഇങ്ങോട്ട് പറയേണ്ട കാര്യമില്ല, ഇപ്പോൾ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ അങ്ങ് പോയാൽ മതി, ഞാൻ ഒരുപാട് സഹിച്ചതിന് ശേഷമാണ് സമാധാനമുള്ളൊരു ജീവിതത്തിലേക്ക് എത്തിയത്, ഇനിയിപ്പം വേറെ ആരും വരാതിരിക്കുവാണെങ്കിൽ ഇനി നിൻ്റെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞായിരിക്കും ഈ വീട്ടിലെ അനന്തരാവകാശി, എല്ലാ തരത്തിലും എല്ലാ അധികാരവും അവനിലേക്ക് വന്നെത്തും, അതിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് വേറെ ആരും അതിൻ്റെ അകത്ത് കയറി കൂടുതൽ അഭിപ്രായമൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മോഹിനി അങ്ങ് പോകുമ്പം പവിത്ര ഓർക്കുവാണ്, ഈശ്വര, എൻ്റെ വയറ്റിൽ ഇതുവരെ ജനിക്കാത്ത ഒരു കുഞ്ഞിന് വേണ്ടിയാണല്ലോ അമ്മ ഈ പടപ്പുറപ്പാടൊക്കെ നടത്തുന്നത് എന്നിങ്ങനെ മനസ്സിലോർത്ത് വിഷമിച്ച് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നന്ദുമോൻ ഗൗരിയെ വിളിക്കുവാണ്, കുറേ നേരം വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തപ്പോൾ ആകെ വിഷമിച്ചിരിക്കും കേട്ടോ. അന്നേരമാണ് വല്യമ്മ നന്ദുമോൻ്റെ അടുത്തേക്ക് വന്നെ. അന്നേരം എന്തെടുക്കുമോ മോൻ എന്ന് ചോദിക്കുമ്പോൾ, ഓ മുത്തശ്ശിയായിരുന്നു, ഞാൻ ആകെ പേടിച്ചു പോയി എന്ന് പറയുമ്പോൾ, നീ എന്തെങ്കിലും കള്ളത്തരം ചെയ്യുമായിരുന്നോടാ എന്ന് ചോദിക്കും. അന്നേരം ഞാൻ കള്ളത്തരം ചെയ്യുമൊന്നും അല്ലായിരുന്നു, ഞാൻ ഗൗരിയെ വിളിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ, നീ എന്തിനാ എപ്പോഴും ആ ജന്തുക്കളെയൊക്കെ വിളിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, അതെന്തിനാ മുത്തശ്ശി അത് വേണ്ട എന്ന് പറയുന്നത്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ ഗൗരി, അവളെ ഞാൻ വിളിച്ചെന്ന് ഓർത്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പം, ഇനി ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി മോന്, അവളെ വിളിക്കണ്ട എന്ന് തന്നെ പറയും. അന്നേരം നന്ദു പറയും, ഞാൻ അനുസരിക്കില്ല, ഞാൻ വിളിക്കും, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ ഗൗരിയെ വിളിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുവാണ്. അന്നേരം വെല്ലുമ്മ ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ ഒന്ന് നുള്ളി നോക്കി പോലും ഇല്ല എന്ന് നിനക്കറിയാം, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ എന്നോട് വാശി കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് തന്നെ പറയും നന്ദുവൻ. അന്നേരം പറയുന്നുണ്ട്, നിന്നെ തല്ലുമൊന്നും ചെയ്യാതെ തന്നെ ഇത് വേണ്ടെന്ന് വെപ്പിക്കാൻ എനിക്കറിയാലോ എന്ന് പറഞ്ഞാൽ ആ ഫോൺ അങ്ങ് മേടിക്കും. എന്നിട്ട് പറയുവാണ്, ഞാൻ ഇതിൻ്റെ അകത്ത് അവരുടെ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്യും, എന്നിട്ട് ഡിലീറ്റ് ചെയ്യും, പിന്നെ നീ എങ്ങനെ വിളിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണാനല്ലോ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം നന്ദുവൻ പറയും, ഡിലീറ്റ് ചെയ്യരുതെന്ന്. പക്ഷേ ഫോൺ എടുത്ത് കഴിയുമ്പോൾ അതിനൊരു ലോക്കുണ്ട്, അപ്പം അത് ലോക്ക് എടുത്താലല്ലേ അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അന്നേരം ലോക്ക് ചോദിക്കുമ്പം പാസ്വേഡ് ചോദിക്കുമ്പം പറഞ്ഞു തരില്ല എന്ന് പറയും. അന്നേരം അങ്ങോട്ടേക്ക് പിങ്കി വരും. അപ്പോൾ പിങ്കിയോട് പറയുവാണ് വല്യമ്മ പാസ്വേഡ് പറഞ്ഞു കൊടുക്കാൻ. അന്നേരം നന്ദുമോൻ പറയുന്നുണ്ട്, അമ്മയെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ പിങ്കിയുടെ വല്യമ്മ നിർബന്ധിക്കുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ പിങ്കി അത് പറഞ്ഞു കൊടുക്കും. അന്നേരം വല്യമ്മ പറയുന്നുണ്ട്, ഇപ്പം നീ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന്, ഇനി അവരെ നീ വിളിക്കുകയല്ല, അതിനുള്ളതൊക്കെ ചെയ്യാൻ എനിക്കറിയാം, ഞാൻ നമ്പർ ഡിലീറ്റ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് ആ ഫോൺ എടുത്തുകൊണ്ട് അങ്ങ് പോവാണ്. അന്നേരം നന്ദുമോൻ പുറകെ ചെല്ലും, മുത്തശ്ശി അത് ഡിലീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് പുറകെ ചെല്ലുവാണ്.
ഇതിനിടയ്ക്ക് നന്ദുമോൻ പിങ്കിയോട് പറയുന്നുണ്ട് കേട്ടോ, എന്നോട് മുത്തശ്ശി പറഞ്ഞ് ഗൗരിയേനെയും ഡോക്ടർ ആൻറ്റി ഒന്നും വിളിക്കണ്ടെന്ന് പറഞ്ഞു. അതെന്തിനാ ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം മോനിപ്പം മുത്തശ്ശി പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതിയെന്ന് പിങ്കി പറഞ്ഞും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതും നന്ദുവിന് വിഷമാക്കുന്നുണ്ട്. വല്യമ്മ സ്റ്റെയർ കേസ് കയറി പോകുന്നു. പുറകെ മോനുണ്ട്. പകുതി വെച്ച് വല്യമ്മയെ പിടിച്ച് നിർത്തിയിട്ട് അത് ഡിലീറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ് കൈ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡിലീറ്റ് ചെയ്യും, മോൻ കയ്യിൽ നിന്ന് വിട് എന്ന് പറഞ്ഞ് വല്യമ്മയും. അപ്പം താഴെ നിന്ന് പിങ്കി പറയുന്നുണ്ട്, മോനെ സ്റ്റെപ്പിൽ വെച്ച് അങ്ങനെ വലിക്കൊന്നും ചെയ്യലേ, മോൻ വീഴും, ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് പിങ്കി പറയുന്നുണ്ട്. പക്ഷേ അവർ രണ്ടുപേരും കേൾക്കുന്നില്ല. അന്നേരം അങ്ങോട്ട് ഗൗതം വരും. അന്നേരം ചോദിക്കും, ഇതെന്നെ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പം വല്യമ്മ ആ നമ്പർ ഡിലീറ്റ് ചെയ്യാൻ, നന്ദയുടെ നമ്പർ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ്. അതിന് മോൻ സമ്മതിക്കുന്നില്ല എന്ന് പറയും. അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ കാണിക്കേണ്ടത് സ്റ്റെയർ കേസേ വെച്ചാണോ, അവിടെ വെച്ച് സർക്കസ് കാണിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങും നന്ദുമോനെ എന്ന് പറയുന്നുണ്ട്. ഇവരിങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വല്യമ്മ കൈ എടുക്കുമ്പോൾ മോനെ തട്ടി കാല് തന്നെ നേരെ താഴോട്ട് വന്ന് വീഴുന്നതേ മോൻ്റെ ബോധം പോവും. അപ്പോഴത്തേക്കും പിങ്കിയും ഗൗതമും ഓടി വന്ന് മോനെ എടുക്കും. വിളിക്കുമ്പം ബോധമില്ല, അനക്കമില്ല. അന്നേരം ആകെ ടെൻഷനാകുന്നു. ഗൗതം മോനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടുന്നു. വല്യമ്മയ്ക്ക് ആകെ സങ്കടമാകുന്നു. തളർന്ന് അവിടെ നിൽക്കുവാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശ്വര എൻ്റെ നന്ദുമോനെ ഒന്നും വരുത്തരുതേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. ഏതായാലും ഗൗതം നേരെ ഹോസ്പിറ്റലിലേക്ക് മോനെ എടുത്തുകൊണ്ട് ചെല്ലുവാണ്. കാഷ്വാലിറ്റി കൊണ്ടൊക്കെ അടുത്തുന്നു. അന്നത്തേക്കും ഡോക്ടർമാർ വന്ന് നോക്കുന്നുണ്ട്. അപ്പം ഡോക്ടർ പറയും, എന്ത് പറ്റിയതാണെന്ന് ചോദിക്കും. വീണതാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവരോട് പുറത്തോട്ട് നിൽക്കാൻ പറയുമ്പോഴും ഗൗതത്തിനും പിങ്കിക്കും ടെൻഷൻ കാരണം അവിടെ തന്നെ നിൽക്കുക. എന്നിട്ട് പിന്നെ ഡോക്ടർ വഴക്ക് പറഞ്ഞാണ് അവരൊന്ന് പുറത്തേക്ക് ആക്കുന്നത്. അന്നേരം പുറത്തേക്ക് വന്നിരിക്കുന്ന പിങ്കി ഭയങ്കര കരച്ചിലാട്ടോ. അന്നേരം ഗൗതം പറയുന്നുണ്ട്, ഒന്നും പറ്റില്ലടോ, താൻ വിഷമിക്കണ്ടെന്ന് പറയുമ്പം പിങ്കി പറയുവാണ്, മോൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ വല്യമ്മ മേടിച്ചപ്പം മേടിക്കണ്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. എനിക്ക് വേറെ ഒന്നും വേണ്ട, എൻ്റെ മോന് ഒന്നും പറ്റാതെ എനിക്കിങ്ങ് തിരിച്ച് തന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടം പറിച്ചിലാണ് ഇരുന്ന്. അന്നേരം ഗൗതം പറയുന്നുണ്ട്, താൻ വിഷമിക്കാതെ, ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഡോക്ടർ നോക്കിയതിന് ശേഷം പുറത്തേക്ക് വരുന്നു. അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട്, മോൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ബോധം തെളിഞ്ഞു, പക്ഷേ കാലിന് നല്ല വേദനയുണ്ട് എന്ന് പറയുമ്പം ഗൗതം ചോദിക്കുന്നുണ്ട്, ഡോക്ടർ പേടിക്കേണ്ടതായ എന്തെങ്കിലും കാര്യമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഡോക്ടർ പറയുവാണ്, എല്ലാവരും പറയുന്ന പോലെ പേടിക്കേണ്ട എന്ന് ഒഴുക്കം മട്ടിയിൽ പറയാൻ പറ്റില്ല. കാരണം ചതവുള്ള കാലിന് തന്നെയാണ് വീണ്ടും ചതവ് വന്നത്. അങ്ങനെ വീണ്ടും വരുന്നതുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ട്. അവൻ്റെ നെർവസിനെയൊക്കെ അത് ബാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതാണ് ഇത്രയും വേദന. അതുകൊണ്ട് തന്നെ അത്ര നിസ്സാരമല്ല കാര്യങ്ങൾ. ഏതായാലും ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയുമ്പം ഗൗതം പറയുന്നുണ്ട്, മോൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടറിന് എന്ത് വേണമെങ്കിലും ചെയ്യാം, എത്ര രൂപ വേണമെങ്കിലും ഞാൻ ചിലവാക്കാൻ തയ്യാറാണ്, അവൻ്റെ അസുഖം ഭേദമായാൽ മതി എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നോക്കട്ടെ, ഞാനും അതിനാണ് ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പോകുമ്പം ആകെ വിഷമിച്ച് കരയുവാണ് പിങ്കി. അതുപോലെ തന്നെ നല്ല ടെൻഷനിലാണ് ഗൗതമും. പിന്നീട് ലക്ഷ്മിയൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. ലക്ഷ്മി ആകെ ടെൻഷനിൽ നടക്കുന്നു. അന്നത്തേക്ക് അങ്ങോട്ട് മോഹിനി ഇറങ്ങി വരുന്നു. വലിയടത്തേക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പം ഇപ്പം ആകെ ടെൻഷനിലാണ്, പ്രഷർ കയറ്റണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴും പിന്നെ നന്ദയുടെ മോളെയൊക്കെ തന്നെയാണ് പ്രാഗിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പേര് കേട്ടപ്പോഴേ ഇന്ത്യവരത്തിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെയാണ് വലിയടത്തി പറയുന്നത് എന്ന് മോഹിനി പറയുക കേട്ടോ. അന്നേരം ലക്ഷ്മിയും പറയുന്നുണ്ട്, അത് തന്നെ, അതുങ്ങളുടെ പേര് ഉച്ചരിച്ചപ്പോഴേ ഓരോ പ്രശ്നങ്ങളുണ്ടായി തുടങ്ങി. ആ വഴിക്ക് അങ്ങ് പോയാൽ മതിയായിരുന്നു. അതുങ്ങൾ എന്തിനാണ് ഇനിയും ഈ കുടുംബത്തിലോട്ട് ബന്ധം കൂടാനായിട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി വളരെ മോശമായിട്ട് നന്ദയെപ്പറ്റി സംസാരിക്കുകയാണ്. മോഹിനിക്ക് പിന്നെ അതിൻ്റേതായ ചില ലക്ഷ്യങ്ങളുള്ളതുകൊണ്ട് മോഹിനി അതിനെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിലെന്തൊക്കെയോ കൂടോത്രം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആ പെണ്ണിനെ ഒന്ന് കണ്ടപ്പോൾ തൊട്ട് നന്ദുമോൻ ഗൗരി മോളെന്നും ഡോക്ടർ ആൻറ്റിയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബഹളം വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അവൻ. ഇനിയിപ്പം അവനെ ചികിത്സിക്കണേ തന്നെ ആ ഡോക്ടർ മാത്രം, ഈ നന്ദ ഡോക്ടർ മാത്രമല്ലല്ലോ ലോകത്തുള്ളത്. അവളെ ഈ വീട്ടിലേക്ക് കയറ്റേണ്ട ഒരു കാര്യമില്ല. ഇനിയും ഈ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയുടെ മനസ്സങ്ങ് തിരിക്കുകയാണ്. ഓൾറെഡി ലക്ഷ്മിക്കും നന്ദനെ ഇഷ്ടമല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് അതങ്ങ് പറയുമ്പോൾ ആ കൂടുവാണ് ലക്ഷ്മി. അന്നേരമാണ് ഫോൺ ബെല്ലടിക്കുന്നത്. അത് കാണുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ആ ഗൗരിയാണ് ഇടയ്ക്കിടയ്ക്ക് നന്ദുമോൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്ന് പറയും. അന്നേരം മോഹിനി ചോദിക്കുന്നുണ്ട്, അവരുമായിട്ടൊക്കെ എന്തിനാ ഇങ്ങനെ ബന്ധം കൂടാൻ നിൽക്കുന്നത്, അതങ്ങെടുത്ത് കട്ട് ചെയ്യുക എന്ന് പറയും. അന്നേരം ലക്ഷ്മി അതെടുത്ത് കട്ട് ചെയ്യും. അന്നേരം ഗൗരിമോൾക്ക് ആകെ സങ്കടമാവും. ആ നേരം ഗൗരി ഓർക്കുന്നുണ്ട്, ഇതെന്താ നന്ദു കട്ട് ചെയ്തത്, അവനോട് സംസാരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ വിളിച്ചത്, ഒന്നുകൂടെ വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞ് പിന്നെയും വിളിക്കുവാണ്. അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട്, ദേ പിന്നെയും വിളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ ഫോൺ എടുത്ത് 2 ചീത്ത അങ്ങ് പറയാം, ഇനി ജീവിതത്തിൽ അവളിങ്ങോട്ട് വിളിക്കരുത് എന്ന് പറയും. അന്നേരം ലക്ഷ്മി പറയും, എനിക്ക് അങ്ങനെ പറയാനൊന്നും അറിയത്തില്ല മോഹിനി എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് താട്ട് ഞാൻ പറയാമെന്ന് പറയും. എന്നിട്ട് ഫോൺ മോഹിനിയാണ് എടുക്കുന്നത്. അന്നേരം ഗൗരി ചോദിക്കുന്നുണ്ട്, എന്താ നന്ദുക്കുട്ടാ നീ ഫോൺ എടുക്കാത്തത്, ഞാൻ എത്ര തവണ വിളിച്ചു, നീ എടുത്തില്ലെങ്കിൽ എനിക്ക് വിഷമമാകില്ലേ എന്നൊക്കെ ചോദിക്കുന്നേക്കും മോഹിനി ചോദിക്കുവാണ്,
ചോദിക്കുവാണ്, നിനക്കൊക്കെ നാണമില്ലേ, ഇത്രയും ചെറുപ്രായത്തിൽ ഫോൺ വിളിക്കാനൊക്കെ തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗൗരി ചോദിക്കുന്നുണ്ട്, അതിനെന്താ കുഴപ്പം, ഞാൻ നന്ദുക്കുട്ടനെയല്ലേ വിളിച്ചത് എന്ന് ചോദിക്കും. അന്നേരം മോഹൻ ചോദിക്കും, നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പം ഗൗരി പറയുകയാണ്, വേറെ പണിയുണ്ട്, എനിക്ക് സ്കൂളിൽ പോകണം, പഠിക്കണം, അമ്മയെ സഹായിക്കണം, അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ മോഹന് പറയുക, എങ്കിൽ അതൊക്കെ ചെയ്തിട്ട് മര്യാദയ്ക്ക് ഇരുന്നോണം എന്ന് പറയും. അപ്പോൾ അത് ആരെ വിളിക്കുന്നതെന്ന് ആരാ അപ്പുറത്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഭദ്രകാളിയാണ് എന്ന് മോഹിനി പറയും. അന്നേരമാണ് നന്ദ അങ്ങോട്ട് തന്നെ. അന്നേരം എന്താ മോളെ, എന്താ ആരോടെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നന്ദുമോനെയാണ് വിളിച്ചത്, പക്ഷെ ഫോൺ എടുത്തത് ഒരു ഭദ്രകാളിയാണ് എന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയും. അന്നേരം ആ ഫോൺ കാട്ട് എന്ന് പറഞ്ഞാൽ നന്ദ മേടിക്കുവാണ്. അന്നേരം കറക്റ്റ് അവിടുന്ന് മോഹിനി ഇങ്ങനെ പറയുന്നത് നന്ദ കേൾക്കുവാണ്, നിൻ്റെ തള്ള ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പിന്നെയാണ് വീടിന് ഇത്തിരി സമാധാനം കിട്ടിയത്, ഇനിയും നന്ദുമോനെന്നും ഡോക്ടർ ആൻറ്റിന്നും ഒക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നേക്കരുത്, ഈ വീടിൻ്റെ സൗര്യം കളയാൻ വേണ്ടി, അതുകൊണ്ട് മേലാൽ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൈ ഞാൻ തല്ലി ഒടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മോഹിനി ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേക്കും നന്ദയ്ക്ക് മനസ്സിലായി മോഹിനിയാണെന്ന്. അന്നേരം നന്ദ ഇത്തിരി ദേഷ്യത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. ഡോക്ടർമാരെല്ലാം വന്ന് നന്ദുവിൻ്റെ കാര്യം നോക്കുവാണ്. അന്നേരം എല്ലാം നന്ദു കിടന്ന് കരയുന്നുണ്ട്, എൻ്റെ ഡോക്ടർ ആൻറ്റി വിളിക്കുക, ഡോക്ടർ ആൻറ്റി വന്നാൽ മതി, ഡോക്ടർ ആൻറ്റി വന്നാൽ എൻ്റെ അസുഖം മാറുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഡോക്ടർമാർ തമ്മിൽ ചോദിക്കുന്നുണ്ട്, ഈ കുട്ടി ആരെ പറ്റിയേ പറയുന്നതെന്ന്. അന്നേരം അവർക്കറിയില്ലല്ലോ. അപ്പോൾ എന്നും നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ഗൗതത്തിനെയും പിങ്കിനെയും കാണണമെന്ന് പറയും. എന്നിട്ട് അവരെ വിളിച്ചിട്ട് സംസാരിക്കുവാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും ആ മോൻ പറയുന്ന ആ ഡോക്ടർ ആൻറ്റി ഇവിടെ കൊണ്ടുവരണം, അവൻ്റെ മനസ്സിൽ വളരെ ആഴത്തിൽ അവരുടെ ആ ചികിത്സ അങ്ങ് പതിഞ്ഞു പോയി, ആ ഡോക്ടർ ചികിത്സിച്ചാൽ മാത്രമേ ഇനി അവൻ്റെ രോഗം ഭേദമാകുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് അവൻ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരാളെ ചികിത്സിച്ചാൽ അവർ പറയുന്നൊന്നും അനുസരിക്കില്ല, അവൻ അതൊന്നും ഉൾക്കൊള്ളത്തില്ല, മനസ്സും ഇതിനൊരു പ്രധാനമാണ് എന്നൊക്കെ പറയുമ്പം ഗൗതം പറയുവാണ്, അത് നടക്കില്ല, ആ ഡോക്ടർ ഒഴികെ ഈ ലോകത്തിലെ എന്ത് കൊണ്ടുതരണം എന്ന് പറഞ്ഞാലും ഞാൻ കൊണ്ടുതരാം എന്ന് ഗൗതം പറയുമ്പം ഡോക്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയല്ലേ, ആ കുട്ടിയുടെ രോഗം ഭേദമാകുക എന്നുള്ളതല്ലേ നിങ്ങളുടെ ലക്ഷ്യം, അതിന് പകരം ഇങ്ങനെ വാശി കാണിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അന്നേരവും ഗൗതം പറയുന്നത് ശരിയാവില്ല, ആ ഡോക്ടർ വന്നാൽ ശരിയാകില്ല എന്ന് പറയുവാണ്. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് കൂടുതൽ പറയാനൊന്നുമില്ല, ആ കുഞ്ഞിൻ്റെ രോഗം ഭേദമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡോക്ടറിനെ ഇവിടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇനി ഒരിക്കലും അവൻ്റെ രോഗം ഭേദമാകില്ലാത്തൊരവസ്ഥയിലേക്ക് അവൻ ചെന്നെത്തും, അന്നേരം പിന്നീട് പരാതി പറയാൻ വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് ദേഷ്യപ്പെട്ടു പോകുമ്പം എന്ത് ചെയ്യണമെന്നറിയാതെ അതുപോലെ ദേഷ്യവും സങ്കടവും ഒക്കെ വന്ന് നിൽക്കുന്ന ഗൗതത്തെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.